எக்ஸ்கியூஸ் மீ, இது வந்து என் புதிய யூடியூப் சேனல். சப்ஸ்கிரைப் பண்ண முடியுமா? நெக்ஸ்ட் டிராவலிங் இப்போ பண்ணணும். റിയാക്ഷൻ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കി ട്രെയിൻ വിശേഷങ്ങളാണ് എൻ്റെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പോയി എൻ്റെ സീറ്റിൽ പോയിരുന്ന് അങ്ങനെ ഞാൻ എൻ്റെ ബോഗിയിലിരിക്കുന്ന സമയത്ത് ആ ബോഗിയിൽ എന്തോ പ്രശ്നം സീറ്റിൻ്റെ പേരിലുണ്ടായിട്ട് ടി ടി അത് സോൾവ് ആക്കുന്നുണ്ടായിരുന്നു. പുള്ളി നല്ല ടി ടിയാണ്. നമ്മൾ RAC ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സീറ്റ് ഇരിക്കണം കണ്ടപ്പോൾ ഒറ്റയ്ക്ക് ഒരു സീറ്റ് അവിടെ ഒഴിവുണ്ട്, നിങ്ങൾ പോയിരുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ബോഗിയിൽ ആൾക്കാരൊക്കെ വന്ന് അപ്പോഴേക്കും തന്നെ ഞങ്ങളുടെ സ്റ്റേഷൻ എത്തി, തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവരെങ്ങനെ ഇത്രയും പേരിങ്ങനെ നിലത്ത് കിടക്കണമെന്ന് അറിയാൻ പാടില്ല. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഫുള്ളും ആ ടൈമിൽ ഈ കാഴ്ച തന്നെ. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്ന് അത്യാവശ്യം ലഗേജൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മ എപ്പോഴേക്കും പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരം പോണത് ഈ കടയിലോട്ടാണ് പോണത്. അപ്പോഴേക്കും ആ സമയത്ത് കടയിൽ ചെന്നപ്പോഴേക്കും കടയൊക്കെ എംപ്റ്റി ആയിരുന്നു, കാരണം 4:30 ടൈമായിരുന്നു. അപ്പോഴേക്കും നമുക്ക് പുള്ളി ചായയൊക്കെ കൊണ്ടുവന്ന് തന്ന് ചായയും കാപ്പിയും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു കാപ്പിയാണ് ഇവിടുത്തെ. പക്ഷെ കഴിക്കാനൊന്നും ഉണ്ടായില്ല. നമ്മുടെ ബുക്കാറോ കൊച്ചിന് വിശക്കണമെന്നും പറഞ്ഞിട്ട് അപ്പോഴേക്കും അടുത്ത കടയിലോട്ട് നമ്മൾ പോയായിരുന്നു. അങ്ങനെ ആ കടയിലാണെങ്കിൽ നമുക്ക് ആൻറ്റി അവിടെ സ്പെഷ്യലായിട്ട് ഭൂരി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി ഭൂരി കൊണ്ടുവന്ന് തന്ന്. അത് നല്ല വലിയ ഭൂരിയാണ്. ഞങ്ങളതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പുള്ളി അത് ചുട്ടുകൊണ്ട് വന്നത് സംഭവം ഭയങ്കര കൗതുകമായിരുന്നു. അതും തൊട്ടും പിടിച്ചും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും. പിന്നെ നമ്മൾ തിരിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി നമ്മൾ ലഗേജൊക്കെ വെച്ച് കൊടുത്തു. സ്റ്റേഷനിൽ നമ്മൾ ലഗേജ് വെച്ച് കൊടുത്തിട്ട് നടക്കാൻ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് പിന്നെ ഈ കാണുന്നത്. പിള്ളേർ തൊട്ട് എല്ലാത്തരം ഏജിലുള്ള ആൾക്കാർ ഇവിടെ തന്നെ അങ്ങനെ മിക്സപ്പായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അവർക്കത് ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലൊന്നും പക്ഷേ അങ്ങനെ അധികം ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റില്ല റെയിൽവേ സ്റ്റേഷനിലൊന്നും. പിന്നെ അതിൻ്റെ ഇടയിൽ ചേച്ചി അടിച്ചു വാരാണ്. പിന്നെ അങ്ങ് നടക്കും തോറും ഈ കാഴ്ചയൊക്കെ തന്നെയാണ്. പല പോസിലൊക്കെയാണ് ആൾക്കാർ കിടക്കണത്. അത് സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണമായിരുന്നു ഈ സംഭവം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നേരമൊക്കെ വെളുത്ത് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പുറത്തിറങ്ങി. ഓട്ടോക്കാരാണെങ്കിൽ ഇവിടെ ഇടിയോടിടിയായിരിക്കും നമ്മളെ കൊണ്ടുപോകാൻ. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ ഔട്ട് സൈഡ് PG നോക്കണോണ്ട് നമ്മുടെ ഔട്ട് സൈഡ് PG പോയി നോക്കി. അങ്ങനെ റൂമൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ കോളേജിലോട്ട് പോയായിരുന്നു. റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. അങ്ങനെ അവിടെ ചെന്ന് പറയണ്ട, അവിടെ എത്ര വിഷയം നമ്മൾ സ്ട്രിക്റ്റായ കോളേജാണ്. നമുക്കപ്പോൾ തന്നെ നമുക്ക് പണി തന്ന് നമ്മുടെ റെക്കോർഡ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും പറഞ്ഞ്. അങ്ങനെ നമ്മൾ റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്ത് അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്റ്റലിലോട്ട് വിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റ ഗൈസ്.